ഇന്നെന്തായാലും നമ്മുടെ എക്സാംസിന്റെ മൂന്നാമത്തെ ദിവസമാണ്. വേറെ ഒന്നല്ല, നമ്മളുടെ ഇംഗ്ലീഷ് തന്നെയാണ്. ഇംഗ്ലീഷിന്റെ എക്സാമിന് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന ടെൻഷൻ ആയിരുന്നു ഗ്രാമർ പോർഷൻ. കാരണം 20 മാർക്കോളം ആ ഒരു ഗ്രാമർ ആണ് കൊണ്ടുവന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, ഈ ഒരു പ്രാവശ്യം ഗ്രാമർ ആണെങ്കിൽ എനിക്ക് നല്ല ഈസി ആയിട്ട് തോന്നി. പിന്നെ വേറൊരു സംഭവമായിരുന്നു ടൈം മാനേജ്മെന്റ്. സംഭവം ആണെന്നല്ല, റൈറ്റപ്പും റിവ്യൂവും എല്ലാം എഴുതിയിട്ട് ലാസ്റ്റ് നമ്മൾ ഗ്രാമർ പോർഷനിലോട്ട് പോകുമ്പോഴത്തേനും ടൈം ഒക്കെ കഴിയാറായിട്ടുണ്ടാവും. പിന്നെ അറിയാലോ, ഗ്രാമർ പോർഷൻ ചിന്തിച്ചെടുക്കാനായിട്ട് കുറച്ചധികം തന്നെ സമയം വേണം. പിന്നെ ചില ഗ്രാമർ ഒക്കെ കാണുമ്പോൾ ബ്രെയിൻ തന്നെ ബ്ലാങ്ക് ആയി പോകും. ഇന്നെന്തായാലും സ്കൂളിൽ പോണതിന് മുന്നേ തന്നെ എല്ലാ പ്രഡിക്ഷൻ ലൈവിലെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ആൻസർ ചെയ്ത് വന്നപ്പോൾ തന്നെ ഇതൊക്കെ നല്ലപോലെ ആൻസർ ചെയ്യാൻ പറ്റി. എന്ന് വെച്ചാൽ ആ പ്രഡിക്ഷൻ ലൈവ് ഒക്കെ കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാന്നുള്ളതൊക്കെ ഇത്രയും നാളെ ഒരു ടൈം ടേബിൾ പുതുക്കി പണിതതിന്റെ ഇമ്പാക്ട് ഒന്നും നമുക്ക് വലുതായിട്ട് ഇട്ടിട്ടുണ്ടായില്ല. എന്നാലാണെങ്കിൽ നാളെ നമുക്ക് സോഷ്യലും മലയാളം എക്സാം ഉണ്ട്. സോഷ്യലിന്റെ കാര്യം പിന്നെ ഒന്നും പറയണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ സോഷ്യലാണ് എനിക്ക് മെയിൻലി ഹാർഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്. സോഷ്യലിന്റെ 6 ചാപ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ മലയാളം ഉണ്ട്, പിന്നെ ആകെ കുറച്ച് സമയം കൂടി ഉണ്ട്. ഇനിയിപ്പോ എന്തായാലും പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ തീരാനൊന്നും പോകുന്നില്ല. പക്ഷെ അത്യാവശ്യം ഒരു നല്ല മാർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് 7:30 MS സൊല്യൂഷന്റെ പ്രഡിക്ഷൻ ലൈവ് വരുന്നുണ്ട്. സോഷ്യൽ സയൻസിൽ റബി സാറിന്റെ ക്ലാസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്നെന്തായാലും ഒരു പ്രഡിക്ഷൻ ലൈവും കൂടി പോയിട്ട് കാണണം. അപ്പൊ നിങ്ങൾക്ക് സോഷ്യലിൽ നല്ലൊരു മാർക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ലൈവ് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. കാരണം കുറച്ച് സമയമുള്ള കാരണം നമുക്ക് പ്രഡിക്ഷൻസ് നോക്കിയിട്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയാലും അത്യാവശ്യം മാർക്കൊക്കെ കിട്ടും. അപ്പൊ എല്ലാവരും ഇനി സോഷ്യൽ എക്സാമിന് പോയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ ഇൻസ്റ്റയിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ആക്കാൻ.